പ്രാർത്ഥനയോടെ നമുക്ക് ആരാധന ആരംഭിക്കാം, പ്രാർത്ഥിക്കാം. അല്പസമയം നാം നോമ്പ് ആരാധനയുടെ 33-ാമത്തെ ദിവസം ആലയത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് മൗനമായി ഈ നാളുകളിലെ ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ വ്യാപരിപ്പാൻ ഇന്ന് വചനം കേൾക്കുമ്പോൾ അതെഴുതപ്പെട്ട അതേ ആത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൽ അത് പകരപ്പെടുവാനായി നമ്മെ തന്നെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ ഈ സന്ധ്യയിൽ നോമ്പിൻ്റെ ആരാധനയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കുവാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. എത്രയോ പേർക്ക് ലഭിക്കാത്ത മഹൽ ഭാഗ്യമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകം പേർ കർത്താവിനെ അറിഞ്ഞുവെങ്കിലും കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ അനേകവിധമായ കഷ്ടപ്പാടുകളിൽ മറ്റ് പ്രതിസന്ധികളിലൊക്കെ ആയിരിക്കുന്നത് ഞങ്ങൾ അറിയുകയും ഓർക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഒരു മടങ്ങി വരുവൻ്റെ ദിനങ്ങളാക്കി തീർക്കണമേ. കർത്താവിനെ പൂർണ്ണമായും സ്നേഹിക്കുവാനും യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നന്മയും അനുഗ്രഹവും പ്രാപിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും തിരുക്കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ വസിപ്പാൻ സഹായിക്കണമേ. ഇന്നത്തെ ആരാധനയിൽ വിവിധ ഭാഗങ്ങൾ നിർവഹിക്കുന്ന പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഇന്ന് വചനം സംസാരിക്കുന്ന അച്ഛനെ ദൈവകൃപയിൽ നിർത്തിക്കൊള്ളണമേ. വചനം എഴുതപ്പെട്ട അതേ ആത്മാവിനാൽ ഞങ്ങൾക്ക് ലഭിപ്പാൻ ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകുകയും അച്ഛനെ അതിലായിക്കിട്ട് ഒരുക്കുകയും അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നു. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 96-ാമത്തെ ഗീതം, വന്ദനം യേശുപര നിനക്കെന്നും വന്ദനം യേശുപര എന്നാരംഭിക്കുന്ന 96-ാമത്തെ ഗീതം കോയറിനോട് ചേർന്ന് പാടാം. But
കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ കരം പിടിച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങയോട് ചേർന്ന് നടക്കുവാൻ വേണ്ടതായ ഊർജം ഞങ്ങളുടെ ആലയത്തിൽ നിന്ന് ആരാധനകളിലൂടെ സ്വീകരിപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ അടുത്ത ആഴ്ച ക്രിസ്തുവിൻ്റെ കൂടുതൽ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ കർത്താവെ അനുഭവങ്ങളിലൂടെ കൂടുതൽ യേശുവുമായിട്ട് ഇഴുകിച്ചേരുവാൻ ദൈവമേ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച 7 മണി മുതൽ ആരംഭിക്കുന്ന ഇംഗ്ലീഷ് വർഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കുകയും അങ്ങേക്ക് മഹത്വം കരയേറ്റുന്ന രീതിയിൽ ആരാധന അർപ്പിക്കുവാൻ ദൈവമേ സഹായിക്കണമേ. വരുന്ന ഞായറാഴ്ച കുരുത്തോല പെരുന്നാളാണല്ലോ. ഹോശാന ഞായറാഴ്ച ആഘോഷിക്കുമ്പോൾ രാവിലെയുള്ള കർത്താവെ പ്രൊസഷനിൽ തുടർന്നുള്ള ആരാധനയിൽ ദൈവത്തിൻ്റെ കൃപ പകരണമേ കർത്താവെ. അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങയുടെ നാമത്തിനായിട്ട് ചെയ്യുവാൻ കർത്താവിൻ്റെ കൃപ ഞങ്ങളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അടുത്ത മാസം 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നടക്കുന്ന VBSനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിൽ കടന്നു വരേണ്ട ഡയറക്ടേഴ്സ് കൃത്യതയോടെ കടന്നു വരുവാനും കർത്താവെ അവരുടെ ശുശ്രൂഷ ഞങ്ങൾക്കൊക്കെ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ. അതിൽ അധ്യാപകരായിട്ട് പങ്കെടുക്കേണ്ട കുട്ടികളെല്ലാവരെയും ദൈവം തക്ക സമയത്ത് കൂട്ടിച്ചേർക്കുകയും അതിനായിട്ട് ഒരുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ തലമുണക്കിയിരിക്കുന്ന എല്ലാ അങ്ങയുടെ മക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ശാരീരികമായിട്ടുള്ള അസൗകര്യങ്ങളും കർത്താവെ ക്ഷീണാവസ്ഥകളൊക്കെ ഉണ്ട് എങ്കിലും ഇന്ന് ആലയത്തിൽ ഓടിക്കൂടി അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങേക്ക് മഹത്വം കരയറ്റുവാൻ, അങ്ങയോട് ചേർന്നിരിക്കുവാൻ പ്രിയ മക്കൾക്ക് ദൈവം കൃപ നൽകിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ജീവിതത്തിലുടനീളം ഞങ്ങൾ ആർജിക്കുന്ന ഊർജം ഞങ്ങൾ ഇന്നലെ ചിന്തിച്ചതുപോലെ കർത്താവെ മുന്തിരിവള്ളിയാവുന്ന യേശുവിൽ നിന്ന് നീര് ഊറ്റി ഞങ്ങൾ ഫലം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഇടയാക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കേട്ട എല്ലാ വചനങ്ങളെയും കർത്താവെ അത് പർവ്വജാതി അത് കൊത്തിക്കൊണ്ടു പോകാതെ വഴിയരിയിൽ വീണതുപോലെ അത് കർത്താവെ പർവ്വജാതികൾ തിന്നുകളയാതെ മുള്ളുകളാൽ ഞെരുക്കപ്പെടാതെ പാറസ്ഥലത്ത് വീണ് വേരില്ലാത്തതുപോലെ ആകാതെ നല്ല നിലത്ത് വീണ വിത്ത് പോലെ അത് 30, 60, 100 മേനി ഞങ്ങളുടെ ജീവിതത്തിൽ വിളയുവാൻ, അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ സാക്ഷ്യ ജീവിതത്തിലൂടെ അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കും. എല്ലാ ശുശ്രൂഷയിലൂടെയും കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നവരായിരിക്കാൻ ദൈവം സഹായിക്കും. ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കും. പ്രേമക്കളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം മാനിച്ചു നൽകും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരവും തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരിശീലിക്കൃത സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ, ആമേൻ. ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് 542-ാമത്തെ ഗീതം പാടുമ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കും. ലോകജ്ഞാനൻ ഓട്ടം തികച്ചു എന്ന ഗീതത്തിൻ്റെ ചില സ്റ്റാൻസുകൾ ഈ സമയത്ത് പാടും. 542. ശുഭ്രവസ്ത്രധാരിയാ
വസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. അർപ്പിച്ചിരിക്കുന്ന സ്തോത്രക്കാഴ്ചയെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം കർത്താവിൻ്റെ ആലയത്തിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് കാഴ്ചയർപ്പിക്കുവാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. അർപ്പിച്ചവരെയും അർപ്പിക്കേണ്ടുന്നവരെയും ഒരുപോലെ ദൈവം ആശീർവദിക്കണമേ. ഈ കാഴ്ച അർപ്പിച്ചതിലൂടെ ഞങ്ങളെ തന്നെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാഴ്ച അങ്ങ് സ്വീകരിക്കുകയും ദൈവരാജനഭവത്തിനായിട്ട് പ്രയോജനപ്പെടുവാൻ ദൈവമേ അങ്ങ് സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനത്തെ അങ്ങ് ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ കർത്തൃദാസനെ അങ്ങ് നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരെയും ഈ ആരാധനയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന സന്ദേശത്തിനായി വളരെ ആദരവോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഡോക്ടർ സി ആർ ഗോഡ്വിൻ അച്ഛനെ പ്രത്യേകം ക്ഷണിക്കുന്നു. തലകളെ വണക്കാം. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അല്പസമയം അങ്ങയുടെ വചനവുമായി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ നിറച്ചുകൊള്ളണമേ. വചനം അങ്ങയുടേത്. കർത്താവേ, കേൾവിക്കാരായ മക്കൾ അങ്ങയുടെ മക്കളാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച വചനം ധ്യാനിക്കുമ്പോൾ ദിവ്യമായ ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നൽകണമേ. വചനം കേട്ട് അതിൻ പ്രകാരം നടക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി നൽകും. പ്രത്യേകാൽ ഈ നോമ്പിൻ്റെ നാളുകൾ വേദനയുടെയും സമർപ്പണത്തിൻ്റെയും നാളുകൾ സ്വയാർപ്പണത്തിൻ്റെ നാളുകളാക്കി വചനം കേട്ട് അതിൻ പ്രകാരം നടക്കുവാൻ ദൈവത്തിൻ്റെ കൃപ ദാനമായി നൽകുന്ന ദിനങ്ങളാക്കി മാറ്റണമേ. അല്പസമയം അങ്ങയുടെ സ്വരത്തിനായി ഞങ്ങൾ കാതോർക്കും. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അല്പസമയത്ത് ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത തിരുവചന വേദഭാഗം നാം ഇന്ന് വായിച്ചു കേട്ട 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കും. 1 കൊരിന്ത്യർ 4-ന്റെ 1-2 വാക്യം. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമാർഗ്ഗങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. ഈ ഭാഗം നമുക്കേറെ പരിചിതമാണ്. ക്രിസ്താബ്ദം 5-ാം ആണ്ടോടുകൂടി അപ്പോസ്തലനായ പൗലൂസ് 2ാമത്തെ മിഷണറി യാത്രയിൽ കൊരിന്ത്യ പട്ടണത്തിലെത്തുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 1.5 വർഷക്കാലം അദ്ദേഹം അവിടെ താമസിച്ച് വളരെ ദീർഘവീക്ഷണത്തോടും സമർപ്പണത്തോടും അവിടെ ശുശ്രൂഷ അർപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഒരു ചെറിയൊരു ശുശ്രൂഷ അവിടെ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞത്. ആ സഭയാണ് കൊരിന്ത് സഭയായി പിന്നെ തീയതിൽ വളർന്നു വന്നത്. അദ്ദേഹം വീണ്ടും തൻ്റെ ഗ്രാമത്തിലേക്ക്, തൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇതൊരു മിഷണറി ശുശ്രൂഷയാണ്. നമുക്കറിയാം അപ്പോസ്തലനായ പൗലൂസിൻ്റെ പല മിഷണറി യാത്രകളും. അതിൽ 2ാമത്തെ യാത്രയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 3 വർഷത്തിന് ശേഷം വീണ്ടും അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹം തമ്പടിച്ചത് അല്ലെങ്കിൽ താമസിച്ചത് എഫെസോസിലാണ്. അവിടെ താമസിക്കുമ്പോൾ അതിനടുത്തുള്ള കൊരിന്ത് ഗ്രാമത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച് പല വാർത്തകൾ അദ്ദേഹം കേൾക്കുവാനിടയായിത്തീർന്നു. സഭയുടെ അപ്പോഴുള്ള നിലപാടുകൾ അദ്ദേഹത്തെ ഏറെ വിഷമിപ്പിച്ചു. കാരണം സഭാജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഭിന്നിപ്പായിരുന്നു അദ്ദേഹത്തെ ഏറെ വിഷണ്ണനാക്കിയത്. പൗലൂസ് കൊരിന്ത്യ സഭ വിട്ടുപോയ ശേഷം, അതായത് 2ാമത്തെ മിഷണറി യാത്രയ്ക്ക് ശേഷം സഭ സ്ഥാപിച്ച് അദ്ദേഹം മടങ്ങിപ്പോയ ശേഷം ചില യഹൂദന്മാർ ഉപദേഷ്ടാക്കന്മാരായി ആ ജനത്തിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറിയതാണ് പ്രശ്നത്തിന് കാരണമായത്. കൊരിന്തിലെ യവനന്മാരായ ക്രിസ്ത്യാനികളെ ന്യായപ്രമാണം കൂടി ആചരിച്ചില്ല എങ്കിൽ ഇവർ പൂർണ്ണരല്ല, അപൂർണരാണ് എന്ന് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഇപ്പോൾ രക്ഷ പ്രാപിപ്പാൻ കഴിയണമെങ്കിൽ അപ്രകാരം ന്യായപ്രമാണം കൂടി അനുസരിക്കണം എന്നവരെ പഠിപ്പിക്കുകയുണ്ടായി. അതിന് അവർ ശക്തമായി വാദിച്ചത്
പത്രോസിൻ്റെ ചിന്തകളാണ്, പത്രോസ് പഠിപ്പിച്ച പാഠങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ പത്രോസിൻ്റെ പക്ഷം പിടിച്ച് അവിടെ ജനത്തിൻ്റെ ഇടയിൽ കലഹമുണ്ടാക്കി, മറ്റ് ഉപദേശങ്ങൾ നിറച്ചു. പക്ഷെ ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് അപ്പൊല്ലോസ് ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നത്. അപ്പൊല്ലോസ് വളരെ പ്രത്യേകതയുള്ള മനുഷ്യനാണ്, നല്ല വാഗ്മിയായിരുന്നു, വളരെ ശ്രദ്ധയോടെ സമർത്ഥമായി പഠിപ്പിക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വളരെ പേര് കേൾക്കുകയുണ്ടായി. അപ്പോൾ ഈ ചിന്തകൾ പഠിപ്പിക്കുന്ന ആളുകൾ പ്രചരിപ്പിച്ചത് പൗലൂസ് അപ്പോസ്തലൻ എന്ന് യോഗ്യനല്ല. അതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തെ വളരെയേറെ തുച്ഛീകരിക്കാനായിട്ട് പണിപ്പെട്ടു. അപ്പം അവിടെ പലതരത്തിലുള്ള തട്ടുകൾ ഉണ്ടാകുകയാണ്. ചിലർ പൗലൂസിൻ്റെ പക്ഷക്കാരായി, ചിലർ വാഗ്മിയായ വാക്ചാതുര്യമുള്ള പ്രസംഗകനായ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരായി, ചിലർ പറഞ്ഞു ഞങ്ങൾ പത്രോസിൻ്റെ കക്ഷിക്കാരാണ്. അങ്ങനെ പല കക്ഷികൾ രൂപപ്പെടുകയാണ്. ഇപ്പം ദുഷ്പ്രചരണത്തിൻ്റെ ഫലമായി പലതരത്തിലുള്ള ആരോപണങ്ങളും അവരുടെ ഇടയിലുള്ള ഭിന്നതകളും കൊണ്ട് ഭിന്ന വക്താക്കളായി, ഭിന്നതയുടെ വക്താക്കളായി ആ ജനം മാറുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ചിലർ പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഈ കൂട്ടരുടേതല്ല, ക്രിസ്തുവിൻ്റെ പക്ഷക്കാരാണ്. അപ്പോൾ ഇത്ര കൂട്ടരായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ കക്ഷിഭേദങ്ങൾ, ഭിന്നതകൾ. അന്ന് മുതൽ തുടങ്ങിയ ഭിന്നതകളുടെ ചരിത്രമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ഭിന്നതകൾ ഉണ്ടാകുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി കൊരിന്ത്യ സഭയെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധാരണ ജനങ്ങളുടെ ഇടയിൽ വളരെ വ്യക്തമായി തൻ്റെ ലേഖനങ്ങളിലൂടെ പറയുവാൻ അദ്ദേഹം പരിശ്രമിക്കുകയാണ്. അതാണ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങളും 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങളൊക്കെ ഉണ്ടാകുവാനായിട്ട് കാരണം. അദ്ദേഹം പറയുന്നത് ശുശ്രൂഷകന്മാരെ പറ്റിയുള്ള തെറ്റായ ധാരണ, ദൈവീക ശുശ്രൂഷയിലുണ്ടാകുന്ന തെറ്റായ ധാരണകൾ സഭകളിൽ നിന്ന് മാറ്റപ്പെടണം. ക്രിസ്തുവല്ലയോ കൊരിന്ത്യർക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്. യേശുവിൻ്റെ വാക്കുകളാണ്, അപ്പോസ്തലൻ്റെ വാക്കുകളാണ്. ശുശ്രൂഷക്കാരല്ല, ദൈവത്തിൻ്റെതാണ് സഭ, ശുശ്രൂഷക്കാരുടേതല്ല എന്ന് അദ്ദേഹം വളരെ ശക്തമായി പറയുകയാണ്. സഭ ദൈവത്തിൻ്റെ കൃഷിയാണെങ്കിൽ ശുശ്രൂഷകൻ വെറും കർഷകനാണ്, അല്ലെങ്കിൽ കൃഷിപ്പണിക്കാരൻ മാത്രമാണ്. പൗലൂസ് നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമാണ് വളരുമാറാക്കിയവനെന്ന വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹം സഭയ്ക്ക് നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സഭ ദൈവത്തിൻ്റെ കെട്ടിടമാണെന്ന് വിചാരിച്ചാൽ ശുശ്രൂഷകർ വെറും ശില്പികൾ മാത്രമാണ്. അതുകൊണ്ട് തങ്ങളുടെ ശുശ്രൂഷ ശ്രദ്ധയോടെ ചെയ്യണമെന്ന് അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി. സഭ ദൈവത്തിൻ്റെ ഗൃഹമാണെങ്കിൽ ശുശ്രൂഷകർ ഗൃഹവിചാരകർ മാത്രമാണ്. അതാണ് ഈ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ഇവിടെ പഠിപ്പിക്കുന്ന പാഠങ്ങളുണ്ട്. 1 ഗൃഹവിചാരകന്മാർ, 2 ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാർ, 2 അവരോട് പറയുന്നത് ഗൃഹവിചാരകന്മാർ ശ്രദ്ധയോടെ വിശ്വസ്തയോടെ ശുശ്രൂഷ അർപ്പിക്കണം എന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഈ ശുശ്രൂഷ അർപ്പിക്കുവാനുള്ള ആഹ്വാനമാണ് വചനം നമുക്ക് നൽകുന്നത്. ഗൃഹവിചാരകൻ എന്നതിൻ്റെ ഭാഷാന്തരം ചെയ്തിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ, ഗ്രീക്ക് ഗ്രഹങ്ങളിൽ അതിൻ്റെ നായകന്മാരുണ്ട്, അതിന് നായികമാരുണ്ട്, അത് നയിക്കുന്നതിൻ്റെ കർത്തൃത്വം നടത്തുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കൂടാതെ ഒരു സംഘം വേലക്കാർ ഒരു ഭവനത്തിലുമുണ്ടാകും. അപ്പം അതിൽ ഏറ്റവും മിടുക്കനായ ഒരാളാണ് ഗൃഹവിചാരകനായി അവർ ഏൽപ്പിക്കപ്പെടുന്നത്. കാരണം അതിൽ കണക്കുകൾ നോക്കണം, അവിടെയുള്ള വരുമാന സ്രോതസ്സുകൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. കുടുംബത്തിലെ മുതിർന്ന ആളായാലും ചെറിയ ആളായാലും അവർക്ക് ആവശ്യമുള്ളത് പങ്കുവയ്ക്കുവാനായിട്ടുള്ള കഴിവുള്ള വ്യക്തിയാകണം. അപ്പോൾ ഗൃഹവിചാരകൻ ഏറ്റവും ചുമതലയേറിയതും വളരെ വിശ്വസ്തയോടെ ചെയ്യേണ്ടുന്ന ജോലിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഗൃഹവിചാരകന്മാരുടെ ശുശ്രൂഷയാണ് ശുശ്രൂഷകരുടെ ശുശ്രൂഷ. അതുകൊണ്ട് ശ്രദ്ധയോടെ ഈ ശുശ്രൂഷയ്ക്കായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷകരെന്ന് പറയുന്നത് ഞങ്ങൾ 2 പേരും മാത്രമല്ല, നമ്മെ എല്ലാവരും രാജകീയ പുരോഹിത വർഗമായി നാം വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, പ്രത്യേകിച്ച് നോമ്പ് കാലത്തിൽ ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും നമുക്കുണ്ടായി എന്ന ബോധ്യത്തോടെ ശ്രദ്ധയോടെ ഈ ശുശ്രൂഷ ചെയ്യണമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് 1 തീമോഥെയോസ് 1:12 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
പിന്നെ കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നന്ദി കൊണ്ടും ആശ്ചര്യം കൊണ്ടും വികാരഭരിതനായി പറയുന്ന വാക്കുകളുണ്ട്. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു, യേശു ക്രിസ്തു നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാനവനെ സ്തുതിക്കുന്നു എന്ന് 1 തീമോഥെയോസ് 1:12 പറയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഈ ശുശ്രൂഷ ചെയ്യുവാനായി കർത്താവ് നമ്മെ വിളിച്ചിരിക്കും. ഇപ്പം നമ്മുടെ എല്ലാം ദൗത്യമാണ്. ഇപ്പം നമ്മൾ ഇന്ന് നോമ്പിൻ്റെ ആചരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വ്രതശുദ്ധിയോടെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ യേശുവിൻ്റെ ചാരത്തിരിപ്പാൻ പണിപ്പെടുമ്പോൾ ഏറെ ശ്രദ്ധയോടെ നാം ഏറ്റെടുക്കേണ്ടുന്ന വസ്തുത എന്ന് പറയുന്നത് ആരുടെ പക്ഷം ചേരുന്നു എന്നതല്ല, ക്രിസ്തുവിൻ്റെ പക്ഷക്കാരനാണ് എന്ന ബോധ്യത്തോടെ, ക്രിസ്തുവിൻ്റെ മക്കളാണ്, അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്ന ബോധ്യത്തോടെ ശ്രദ്ധയോടെ മുമ്പോട്ട് പോകുവാനുള്ള ആഹ്വാനമാണ് ഈ വചനം 1 കൊരിന്ത്യർ ലേഖനത്തിലൂടെ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നത്. നമുക്ക് പലപ്പോഴും ഇതിലുള്ള ഭിന്നമായ ആശയങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മളൊക്കെ തെറ്റിപ്പോകാറുമുണ്ട്. നമുക്കറിയാം, പല സാക്ഷികളൊക്കെ, ഞാൻ പേരെടുത്ത അധികം പറയാനായിട്ട് ആഗ്രഹിക്കുന്നതില്ല, നമ്മുടെ ചുറ്റുപാടും പ്രത്യേകിച്ച സ്ത്രീകളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ വളരെ തന്ത്രപരമായി പഠിപ്പിക്കാൻ വരുന്നവരൊക്കെയുണ്ട്. ഇപ്പോൾ മറ്റ് ഇതര സഹോദരങ്ങളൊക്കെ ഉണ്ട്, മറ്റ് വിശ്വാസത്തിലൊക്കെ ഉള്ള ആളുകളാകാം. പലതും നമ്മെ പഠിപ്പിച്ച് തെറ്റിക്കാനായിട്ട് പരിശ്രമിക്കാറുണ്ട്. ഇപ്പോൾ സ്നാനത്തെക്കുറിച്ചോ മറ്റ് അന്യഭാഷയെക്കുറിച്ചോ ഒക്കെ പഠിപ്പിക്കും. പിന്നെ പല കാര്യങ്ങളും പലതും അത്രമാത്രം ആഴമേറിയ വസ്തുതകളല്ല എങ്കിലും പൊടുപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ വചനം വളച്ചൊടിച്ച് പഠിപ്പിച്ച് തെറ്റായ പാതയിലേക്ക് നയിക്കാൻ ശ്രമിക്കുക. സഭകൾ നേരിടുന്ന വലിയ വെല്ലുവിളിയും ഇത് തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ പെട്ടുപോകുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്ന ബോധ്യത്തോടെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. ആരുടെ പക്ഷം ചേരണമെന്നല്ല പൗലോസ് വ്യക്തമായി പറയുന്നു. ദൈവമാണ് ഈ സഭയുടെ സൃഷ്ടി, ദൈവമാണ് ഗ്രഹവിചാരകത്വം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധയോടെ പരിപാലിക്കുവാനായിട്ട് കഴിയണം. ഞാൻ മിഷണറി പ്രവർത്തകനായിരിക്കും, അല്ലെ മിഷണറി ആയിരിക്കുമ്പോൾ എട്ടൂർനാഗരത്ത് 10-30 വർഷത്തിന് മുമ്പുള്ള ചരിത്രമാണ്, 87കളിൽ. അപ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന കാലയളവിൽ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി ശുശ്രൂഷ അർപ്പിച്ചിരുന്നു. ചെറിയ വർക്കുകളൊന്നുമല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് രാവിലെ 8 മണി മുതൽ 4 മണി വരെ സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യണം. അധ്യാപകരാണ് ഞങ്ങൾ. ഒരു മാസം ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 100 രൂപയാണ്. കാരണം ഞങ്ങൾ മിഷണർമാരാണ്, അതോടൊപ്പം അഡീഷണൽ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ രാവിലെ മുതൽ 8 മണി മുതൽ 4 മണി വരെ ഏറെ കഷ്ടതയോടെ പാഠങ്ങളൊക്കെ മക്കളെ പഠിപ്പിക്കും. ഇംഗ്ലീഷ് മീഡിയമാണ് ഞങ്ങളുടെ സ്കൂൾ, നല്ലൊരു സ്കൂളാണ്. ആ സ്ഥലത്തെ പ്രധാനപ്പെട്ട ഒരു സ്കൂളും കൂടിയാണ്. ധാരാളം മിടുക്കരായ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ ഞങ്ങളിങ്ങനെ ഓപ്പൺ എയർ മിനിസ്ട്രിക്കായിട്ട് കടന്നു പോകും. ഇവിടെ കടന്നു പോകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇല്ലീഗലാണ് എന്ന് തോന്നാം. അവിടെയുള്ള രീതി അതാണ്. ഇപ്പം ഞങ്ങളിങ്ങനെ സൈക്കിളുകളിൽ ബോക്സും മൈക്രോഫോണൊക്കെ കെട്ടി ഇങ്ങനെ പോകും. ബാൻഡ് ഉണ്ടാകും, സിംബലുകളൊക്കെ ഉണ്ടാകും, ചില ഹാർമോണിയമൊക്കെ ഉണ്ടാകും, ചില വാദ്യോപകരണങ്ങളൊക്കെ ഒരു ഗ്രാമത്തിൽ ചെല്ലും. അതിനുശേഷം ഒരു തോട്ടം ഞങ്ങളുടെ കയ്യിലുണ്ടാകും, അല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ എല്ലായിടും ഉള്ളതാണ്. ഇതുകൊണ്ട് ലൈനിൽ ഇങ്ങനെ കോർത്തെടുക്കും. അവിടെ വീടുകളിലുമൊക്കെ കറണ്ട് കണക്ഷൻ കൊടുക്കുന്ന അങ്ങനെയാണ്. ആളുകളൊക്കെ ഇന്നും അത് നമുക്ക് അവിടെ പോകുമ്പോൾ കാണാനായിട്ട് പറ്റും. ഇങ്ങനെ കൊടുത്തിട്ട് ഇതുമായി ബന്ധപ്പെടുത്തി അവിടെ നിന്ന് പ്രസംഗിക്കും. അത് എവിടെയും കാണുന്ന കാഴ്ചകളാണ്. അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആദ്യം ഞാൻ തോന്നുന്നു ഒരു 6 മാസമായപ്പോൾ ഞാൻ തെലുങ്കിൽ പ്രസംഗിക്കാൻ തുടങ്ങിയതാണ്. അന്ന് വലുതായിട്ടൊന്നും പ്രസംഗിക്കാൻ കഴിയില്ലെങ്കിലും അച്ഛൻ പറയുന്നത് പ്രസംഗിക്കാൻ പറയും. ഇപ്പം പാട്ടൊക്കെ പാടും, ചെറിയ കുറേ വാക്കുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇത് വെച്ചൊക്കെ പ്രസംഗം തുടങ്ങും. അവിടെയുള്ള പാവപ്പെട്ട ആളുകളാണ്, അവിടെ എല്ലാം ഓടിക്കൂടിയും പാട്ടൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ്. പിന്നെ പടിപ്പടിയായി അങ്ങനെയാണ് ഞങ്ങൾ ശുശ്രൂഷകൾ നടത്തുന്നത്. ചിലയിടത്ത് സൺഡേ സ്കൂളുകൾ തുടങ്ങും, അത് പടിപ്പടിയായി ആലയമാകും. അങ്ങനെ ധാരാളം ആലയങ്ങളൊക്കെ ആ ദേശത്ത് ഉയരുവാനിടയായി തീർന്നു. പക്ഷെ ഇത് ഉയർന്ന ഒന്ന് പച്ച പിടിച്ച് വരുമ്പോൾ നമ്മുടെ മറ്റ് കക്ഷികളൊക്കെ പതുക്കെ അവിടെ കടന്നു വരും. അപ്പോൾ അവർക്ക് പണിയില്ല. അപ്പോൾ ഒന്ന് പാലയമൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പതുക്കെ വന്ന് ഇതുപോലുള്ള ദുരുപദേശമൊക്കെ പറഞ്ഞ് അനേകർ തെറ്റിക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മിഷൻ ഫീൽഡുകളിൽ മുഴുകൽ സ്നാനം കൊടുക്കാനിടയായത്. അപ്പോൾ ഇത് ഒരു ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കി. അനേക ആളുകൾ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അനേകരും വളരെ ശക്തമായ വിശ്വാസത്തിലേക്ക് വന്ന പലരെയും പതുക്കെ പിടിച്ച് കൊണ്ടുപോകുന്നു. കാരണം അവരെയൊന്നും പെട്ടെന്ന് പഠിപ്പിക്കാൻ പറ്റില്ല. ദുരുപദേശം അത്ര ശക്തമാണ്. അതുകൊണ്ട് പറഞ്ഞില്ല, അവിടെ ഒരു ഗോദാവരി നദിയുണ്ട്, ആ നദിയിൽ കൊണ്ടുപോയി പലരെയും സ്നാനപ്പെടുത്തി
ആ വിശ്വാസത്തിൽ ഉറപ്പിച്ചെന്ന സഭകൾക്ക് ധാരാളമായി വളർന്നു. അപ്പോൾ അതിൻ്റെ അസ്ഥാനത്തെക്കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം എന്താണ്. പക്ഷേ ഈ പാവപ്പെട്ട വിശ്വാസികൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് അവർ തെറ്റിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ ദൈവമായുള്ള കൂടിച്ചേരലാണ് എന്ന ബോധ്യമില്ലാത്ത സാധുക്കളായ വിശ്വാസികളെ തെറ്റിക്കുന്നത്. ഇത് പറയുന്നത് ഈ സംഭവം പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ വളരെ കഷ്ടപ്പെട്ട് ആരംഭിച്ച കൊരിന്ത് സഭയിൽ പോലും അദ്ദേഹത്തിനെതിരായി തിരിഞ്ഞുവെങ്കിൽ, അദ്ദേഹത്തിനെതിരായി ദുരുപദേശം പഠിപ്പിച്ചുവെങ്കിൽ എത്രമാത്രമായിരിക്കും ഇന്ന് നമ്മുടെ സഭകളിലും നമ്മുടെ ചുറ്റുപാടും നടക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന യാഥാർത്ഥ്യമാണ്. അതാണ് ഈ വചനം വളരെ ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. 1.5 വർഷം ഒന്ന് മാറി നിന്നപ്പോൾ, 3 വർഷം ഒന്ന് മാറി നിന്ന് തിരികെ വന്ന് നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് ആ പച്ചപ്പെല്ലാം ഒടിച്ചു കളയുന്ന അനുഭവമാണ്, സഭയെ തകർത്ത് കളയുന്ന അനുഭവം. 3-4 കക്ഷിക്കാരായി ഭിന്നതയിലൂടെ സഭ നീങ്ങിപ്പോകുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളാണ്, ശക്തിയുള്ള എഴുത്തുകളാണ് പിന്നീട് സഭയിൽ ചലനം സൃഷ്ടിച്ച സഭയെ സഭയായി നിലനിർത്തുവാൻ ഇടയായത് എന്ന് നമുക്ക് ആ ബോധ്യമുണ്ടാകണം. ഇത് പറയുവാൻ കാരണം അത്രമാത്രം തീഷ്ണതയോടെ ശുശ്രൂഷ അർപ്പിച്ച ദൈവത്തിൻ്റെ ദാസന് നേരിട്ട അനുഭവമാണ്. അദ്ദേഹം ചെറിയൊരു വ്യക്തിയല്ല, കാരണം വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവനാണ് എന്ന് പറഞ്ഞ് നമുക്കറിയാം. ധനികനായൊരു മനുഷ്യൻ. ഒരിക്കലും അവിടെയുള്ള ആർക്കും ഗമാലിയയിൽ നിന്ന് വിദ്യ അഭ്യസിപ്പാനായിട്ട് കഴിയില്ല. പണ്ഡിതനായ ഗമാലിയയിൽ നിന്ന് വിദ്യാഭ്യാസം നടത്തി ഇപ്പോ ഏറെ കപ്പലൊക്കെ സ്വന്തമായുള്ള ആ കുടുംബത്തിലെ ആ പ്രിയ മകൻ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ വളരെ ശക്തമായി ദൈവത്തിൻ്റെ വചനപ്രഘോഷവുമായി കടന്നു പോകുമ്പോൾ പ്രതികൂലങ്ങൾ ഏറെയുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുകൾ വന്നു. പക്ഷെ അദ്ദേഹം ചങ്കുറപ്പോടെ തൻ്റെ ഇടത്തോടെ മുമ്പോട്ട് പോയതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കപ്പൽ ഛേദമുണ്ടായി, നീന്തി കരയ്ക്ക് കയറി, പ്രശ്നങ്ങളേറെ ഉണ്ടായി, വിട്ടുകൊടുത്തില്ല. ഈ പൗലോസിനെയും ഒക്കെ കാരാഗൃഹത്തിന്റെ ഉള്ളറയിലേക്ക് വലിച്ചെറിയുമ്പോൾ അവിടെ കിടന്ന് പാടുകയാണ്. അപ്പോൾ അവിടെ അവരുടെ പാട്ടുകൾ കൊണ്ട് തന്നെ കാരാഗൃഹം തുറക്കുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ കാരാഗ്രഹത്തിൻ്റെ അനുഭവം 1-2 പല പ്രാവശ്യം ഒരിക്കൽ അദ്ദേഹത്തെ ഇട്ടിരുന്നത് 2 വർഷമാണ്. അപ്പം അദ്ദേഹം വാദിച്ചു. അദ്ദേഹം നിയമജ്ഞനാണ്, വളരെ തത്വസംഹിതകൾ പഠിച്ച വ്യക്തിയാണ്, ശക്തമായി വാദിക്കാൻ കഴിവുള്ളവനാണ്, റോമാ ഗവൺമെന്റിന്റെ മുദ്രപത്രം നേടിയ വ്യക്തിയാണ്, സിറ്റിസൺഷിപ്പ് ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ തുറങ്കിൽ ഇങ്ങനെ അടയ്ക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ കേട്ട് അദ്ദേഹത്തെ തുറന്നുവിട്ട ചരിത്രമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ശക്തിയോടെ വചനമുഖത്ത് നിലനിന്ന ഒരു വ്യക്തിയുടെ ജീവിതാനുഭവമാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷാമുഖത്ത് പോലും ഏറെ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നു എങ്കിലും വളരെ ശക്തമായി ക്രിസ്തുവിന്റെ പക്ഷക്കാരനായി ചേർന്ന് നിന്ന പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? എൻ്റെ കൃപ നിനക്ക് മതി എന്ന വചനമാണ്. എൻ്റെ കൃപ നിനക്ക് മതി. ദൈവം നൽകിയ ആ വലിയ ശക്തിയാണ് അദ്ദേഹം ആ ജനത്തെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഗ്ലൂപ്പമോൺ എന്നൊരു പദം പ്രയോഗിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞ ആ ഗ്രീക്ക് പദമാണ്. ഇപ്പോൾ ഗ്ലൂപ്പമോൻ എന്ന പദത്തിൻ്റെ അർത്ഥം നെഞ്ചിൽ വലിയൊരു കരിങ്കല്ലിൻ്റെ കഷ്ണം എടുത്തു വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാരം, വലിയൊരു ഭാരം. അപ്പൊ ഇതുപോലുള്ള ഭാരം താൻ വഹിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പിന്നത്തേത് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാരം, ഇതുപോലെ സഭകളെ തകർക്കുന്ന ഭാരം, പലതരത്തിലും വേദനയുടെ അനുഭവങ്ങൾ, എവിടെ പോയാലും അദ്ദേഹത്തെ തകർക്കുവാൻ പരിശ്രമിക്കുന്ന ശത്രുക്കളായ ജനങ്ങൾ, ഇതിന്റെ മധ്യത്തിൽ അദ്ദേഹം പറയുന്നത് ഇതുപോലെ ഹൃദയവ്യഥയോടെ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന അനുഭവം. തന്റെ ജീവിതത്തിലെ കഷ്ടതകളും ഭാരങ്ങളും ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ തളർന്നു പോകാതെ നിലനിർത്തിയത് ക്രിസ്തുവിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. കാരണം അത് ക്രിസ്തുവിനെ അറിഞ്ഞ് കടന്നു വന്നവനാണ്. അദ്ദേഹം ക്രിസ്ത്യാനികളെ നശിപ്പിക്കുവാൻ വേണ്ടി അധികാരപത്രവുമായി കടന്നുപോയവനാണ്. എല്ലാ അധികാരവും കയ്യിലുള്ളവനാണ്. അനേകരെ വെട്ടിക്കൊലപ്പെടുത്തിയവനാകാം, സാധ്യതകൾ ഏറെയുണ്ട്. അങ്ങനെ അധികാരപത്രവുമായി കടന്നു പോകുമ്പോഴാണ് അദ്ദേഹം വെള്ളിടിയേറ്റതുപോലെ തറയിൽ വീഴുന്നത്. ക്രിസ്തു അവനോട് സംസാരിക്കുന്നത് നീ വേദനിപ്പിക്കുന്ന, നീ ദുഷിക്കുന്ന, നീ ദ്വേഷിക്കുന്ന ക്രിസ്തുവാകുന്നുവെന്ന് പച്ചയ്ക്ക് പറഞ്ഞ് ആ പച്ചയായ മനുഷ്യന്റെ ജീവിതത്തെ പൊളിച്ചെഴുതുന്ന കാഴ്ചയാണ് നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അദ്ദേഹം പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്താണ്? കർത്താവ് നമ്മോട് കൽപ്പിക്കുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്ന വസ്തുത തന്നെയാണ്. എൻ്റെ കൃപ നിനക്ക് മതി. മറ്റാർക്കും പറയുവാനായിട്ട് കഴിയുകയില്ല. വേദനയിലും ഭാരങ്ങളിലും പാരമ്യതയിൽ, കഷ്ടതയുടെ പാരമ്യതയിലും ദൈവമുഖത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ കർത്താവ് നൽകിയ വാഗ്ദാനമാണ് എൻ്റെ കൃപ നിനക്ക് മതി. ഇപ്പോൾ നമ്മളാരെങ്കിലും ആണെങ്കിൽ
നമ്മളിങ്ങനെ ഓടാനായിട്ട് ശ്രമിക്കും. എത്ര മിഷണറി യാത്രകൾ, 4 മിഷണറി യാത്രകൾ ഓരോ സ്ഥലത്തും, എഫെസോസിലും മറ്റ് പലയിടങ്ങളിലും, അദ്ദേഹം ഗലാത്യകളിലും കൊരിന്തിലുമൊക്കെ അദ്ദേഹം സ്ഥാപിച്ച സഭകൾ ചെറുതല്ല, വളർന്ന് പന്തലിച്ച വലിയ പ്രസ്ഥാനങ്ങളായി മാറി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ യാത്ര നടത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്കിനി കൊയർ പ്രാക്ടീസ് ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? അദ്ദേഹത്തിന് ആസ്മരോഗമുണ്ടായിരുന്നു എന്ന് പറയുന്ന ചിന്തകന്മാരുണ്ട്. ഇല്ലാതെ അദ്ദേഹത്തിന് ഹൃദയത്തെ മതിച്ചിരുന്ന ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഇല്ലാതെ അദ്ദേഹം ഓടി ഓടി തളർന്നു പോയ മനുഷ്യനാണ് എന്ന് പറയുന്നവരുണ്ട്. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഇതുപോലെ ഗ്ലൂക്കോമോണിന്റെ അനുഭവത്തിൽ ഏറെ ഭാരം വഹിക്കുന്ന ഒരു മനുഷ്യനായി മാറ്റപ്പെടുമ്പോൾ പോലും തളർന്നു പോകാതെ, താളടിയാകാതെ, ശക്തിയോടെ അദ്ദേഹം നിലകൊള്ളുവാനായിട്ട് കാരണം ക്രിസ്തു അവനെ തിരഞ്ഞെടുത്തു എന്ന യാഥാർത്ഥ്യം ഉള്ളത് കൊണ്ടാണ്. കൂടാതെ അവൻ പറയുകയാണ്, പൗലോസ് പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി എന്ന വാഗ്ദാനമാണ്. അപ്പം അതുകൊണ്ടാണ് പൗലോസ് പിന്നെ പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ആർക്ക് പറയുവാനായിട്ട് കഴിയും? കഷ്ടതകളും ഭാരങ്ങളും നിരാശകളും വരുമ്പോൾ പട്ടുപോകുന്ന ക്രിസ്തീയ വിശ്വാസികളുടെ ജീവിതാനുഭവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്ര പേർക്കാണ് ഇത് പറയുവാനായിട്ട് കഴിയുന്നത്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. ഈ നോമ്പിൻ്റെ നാളുകളിൽ ഈ പൗലൂസിൻ്റെ പഠനം ജീവിതത്തിൻ്റെ പാഠമാക്കി മാറ്റുവാനായിട്ട് കഴിയുമോ? കഷ്ടതകളുണ്ട്, ഭാരങ്ങളുണ്ട്, നിരാശകളുണ്ട്, പട്ടുപോകാതെ മുമ്പോട്ട് പോകുവാൻ ഉൾക്കരുത്ത് നൽകുന്ന ക്രിസ്തുദേവൻ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഏറെ ഭിന്നതകളും വിഷമതകളും വേദനകളുടെയും നടുവിലും മുമ്പോട്ട് പോകുവാൻ കെൽപ്പ് പകരുന്ന, ശക്തി പകരുന്ന അരുമനാഥ, ഞങ്ങളെ അങ്ങ് കാത്തുകൊള്ളണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറെ വിഷമതകൾ ജീവിതത്തിൽ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ ഗൃഹവിചാരകനായിരിക്കാൻ, ദൈവത്തിൻ്റെ ഗൃഹവിചാരകനായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. പതറിപ്പോകുവാനല്ല, കർത്താവ് ഉത്കൃഷ്ട മാനസനായി ശ്രദ്ധയോടെ, വളരെ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ മുമ്പോട്ട് പോകുവാനുള്ള ആഹ്വാനം കർത്താവ് വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ഇന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. വചനം നൽകുന്ന ഉറപ്പോടെ മുമ്പോട്ട് പോകുവാൻ, വിശ്വസ്തരായിരിക്കാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു കർത്താവേ. ജീവിതത്തിൽ ഈ വലിയ ഉൾക്കാഴ്ച നേടി മുമ്പോട്ട് പോകുവാൻ കൃപേകണമേ എന്ന് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്ത് വരട്ടെ. അല്പസമയം അങ്ങയുടെ മുമ്പിലായിരുന്നു കൊണ്ട് വചനത്തെ ഗ്രഹിപ്പാൻ, പൗലോസ് ഞങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ കൃപയേകിയല്ല കർത്താവേ. അത് ജീവിത പാഠങ്ങളാകട്ടെ, ജീവിതത്തിൽ പകർത്തുവാൻ അങ്ങ് കൃപയേകണമേ. പെട്ടെന്ന് പട്ടുപോകുന്നവരായിട്ടല്ല, ജീവിതത്തിൽ പുതിയൊരു വീക്ഷണം ഉണ്ടാകുവാൻ, ശ്രദ്ധയോടെ മുമ്പോട്ട് പോകുവാൻ. കപ്പൽ ഛേദം വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, അലകൾ ഉയരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, കാറും കോളും ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ തളർന്നു പോകാതെ മുമ്പോട്ട് പോകുവാൻ ശക്തി പകർന്ന അരുമനാഥന്റെ സാമീപ്യം ഞങ്ങളോട് കൂടിയിരിക്കുന്നു എന്ന് വിശ്വസിപ്പാൻ കൃപയേകണമേ. ഇതുപോലെ ജീവിതത്തിൽ മിഴിച്ചു നിന്ന നിമിഷങ്ങളിൽ കർത്താവ് ശക്തി പകരുന്ന പൗലൂസ് നൽകുന്ന ഉപദേശങ്ങൾ ജീവിതത്തിന്റെ പ്രമാണമായി മാറ്റുവാൻ കർത്താവ് രാത്രി ഞങ്ങളോട് അങ്ങ് കൽപ്പിച്ചതിനായിട്ട് നന്ദി. കർത്താവിൻ്റെ സാമീപ്യം ഞങ്ങളോട് കൂടിയിരിക്കണമേ. ജീവിതത്തിൽ ക്ലേശാനുഭവങ്ങളോടെ കടന്നു വന്ന ജീവിതങ്ങൾ അങ്ങ് തൊട്ടതിനായിട്ട് നന്ദി കർത്താവേ. സമാധാനത്തോടെ മടങ്ങട്ടെ. ഈ നാളുകളിൽ യേശു എൻ്റെ ജീവിതത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന ബോധ്യത്തോടെ മുമ്പോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ശക്തി പകരുകയാൽ സ്തോത്രം. ഞങ്ങൾ പിരിയുന്നു. പിരിയാബന്ധുവായ ക്രിസ്തുവിൻ്റെ സാമീപ്യം ഞങ്ങളോട് കൂടിയിരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ആശീർവാദം പിതാപുത്ര പരിശുദ്ധനാവായി ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളോടും ആലയത്തിനുള്ളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും കർത്താവേ ശബ്ദപരിധിക്കുള്ളിൽ വചനം ശ്രവിക്കുന്ന എല്ലാ നിന്റെ മക്കളോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.